കള്ള് അല്ലെങ്കിൽ മദ്യം, ലഹരി വലിയ അപകടമാണ്. ഇവിടെ ഭരണകൂടം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭരണകൂടം ഇവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെയും പണ്ട് കാലങ്ങളിലുള്ള നിയമങ്ങളാണ്. രാസവസ്തുക്കൾ കണ്ടെത്തുന്നതിന് മുമ്പുള്ള നിയമങ്ങളാണ്. അത് കൊണ്ടുപോയാൽ പിടിക്കപ്പെടണമെന്നത് നിയമങ്ങൾ ഓരോന്നും വിശദീകരിക്കാൻ ഇത്ര കണക്ക്. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവരാകട്ടെ ചെയ്യുന്നത് 250 ഗ്രാം എന്നാണ് പറഞ്ഞെങ്കിൽ 240 ഗ്രാമുമായി. അപ്പോഴാണല്ലോ ജാമ്യമില്ലാത്ത അറസ്റ്റ്. ജാമ്യമില്ലാത്ത അറസ്റ്റിന് അവർ വെച്ച നിയമങ്ങളൊക്കെയും ഇവിടെ ലഹരികൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പാണ്. കാലത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റിനോട് പറയാനുള്ളത്, ആദ്യമായി ഗവൺമെന്റ് ചെയ്യാനുള്ളത്, നിയമരംഗത്ത് ശക്തമായ ഭേദഗതി ആവശ്യമാണെന്ന് പറയുന്നു. വേദനയോടെ ഞാനൊരു കാര്യം ഉണർത്തട്ടെ. ഞങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്ന മിംഹാർ എന്ന സ്ഥാപനത്തിൽ 20,000-ലേറെ മദ്യപാനികളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നല്ല ഇവിടെ വന്ന ട്രീറ്റ്മെന്റിൽ ഇവിടുന്ന് വിട്ടതിന്റെ ശേഷം ഫോളോ അപ്പ് ചെയ്ത മുഴുവൻ ആളുകളിലും അത് പൂർണ്ണമായ പ്രതിഫലം കണ്ടു. ഇവിടെ കൊണ്ടുവരുന്ന ലഹരി ഉപഭോക്താക്കളിൽ പലതും റോഡ് സൈഡുകൾ വീണ് കിടന്നുകൊണ്ട് നാടറിയാത്ത, വീടറിയാത്ത, കുടുംബങ്ങളറിയാത്ത സാമൂഹ്യ സംഘടനകളും മറ്റുമൊക്കെയാണ് കൊണ്ടുവരാറുള്ളത്. അടുത്ത ദിവസം ഒരു ജനപ്രതി MLA വിളിക്കുകയായി, എന്റെ നാട്ടിൽ 17-കാരൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ട്, ഇവിടെ അഡ്മിറ്റ് ചെയ്യണം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് എന്തു ചെയ്യാനാണ്? ഇവിടുത്തെ ഭരണകൂടത്തിന്റെ നിയമമനുസരിച്ച് 18 വയസ്സ് വരെ മൈനറാണ്. 18 വയസ്സിന്റെ മുമ്പ് അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ രക്ഷിതാവ് കൂടെ ഉണ്ടാവണം. MLA പറഞ്ഞാലും MP പറഞ്ഞാലും മന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ MLA പറഞ്ഞു, ഞാൻ പല അഡിക്ഷൻ സെന്ററുകളും ബന്ധപ്പെട്ടു. അവരെല്ലാവരും പറയുന്നത് അതാണ്. ആ നിയമം ഭേദഗതി ചെയ്യാൻ ഞാൻ പരമാവധി അടുത്ത നിയമസഭയിൽ ശ്രമിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെയാണ് ഒന്നാമതായി ഞങ്ങൾക്ക് ഭരണകൂടത്തോട് പറയാനുള്ളത്. ഭരണകൂടം ഈ കാണിക്കുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം ശക്തമായി ചെയ്യേണ്ട പിന്തുണ, ഇവിടെ കർശനമായ നിയമ നിർമ്മാണങ്ങൾ കൊണ്ടുവന്ന് രാസലഹരി നിങ്ങൾ നിഷേധിച്ചു നിർത്തിയില്ല എങ്കിൽ ഇവിടെ ബീവറേജിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ അത് 100% ടാക്സ് ഉണ്ട്, ലാഭമുണ്ട്. എത്ര ലാഭം കിട്ടിയാലും അതിന്റെ 1000 ഇരട്ടി ഇവിടെ ചെലവഴിക്കേണ്ടി ഈ നാടിന്റെ ഭാവി പ്രധാനങ്ങളായിരുന്ന 70 പേരല്ലേ ഈ 60 ദിവസം കൊണ്ട് 59 ദിവസം കൊണ്ട് വധിക്കപ്പെട്ടത്. ഒരു മനുഷ്യന്റെ ജീവനാണോ വലുത്? എല്ലാം ഇവിടുന്ന് കിട്ടുന്ന ടാക്സ് ആണോ വലുത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ജീവന് വില നിർണ്ണയിക്കാൻ 1000 കോടി കൊണ്ട് വില നിർണ്ണയിക്കാൻ പറ്റുമോ? ഇന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും പഠിക്കുന്ന ഡിഗ്രിക്കാരും PGക്കാരും കലാലയങ്ങളിൽ വരുന്ന വളർന്നു വരേണ്ട ഇവിടുത്തെ പ്രധാനമന്ത്രിയും ഇവിടുത്തെ അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്ത്യൻ പ്രസിഡന്റുമാകേണ്ട എത്ര മഹാപ്രതിഭകളാണ് രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാസങ്ങളെ കൊണ്ട് ബുദ്ധിമരവിച്ച് പിന്നെ കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴേക്ക് ശ്മശാനങ്ങൾ എത്തിപ്പെടുന്നത്. ആയതുകൊണ്ട് ഒന്നാമതായി നിർബന്ധമായും കർശനമായ നിയമം, അതിന്റെ അളവുകളൊക്കെ ഒന്നും മാറ്റി അതെങ്ങനെയെല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റുമോ രാസലഹരി നിർബന്ധമായും നിർമ്മാർജ്ജനം ചെയ്തേ പറ്റൂ. അതിന്റെ ഒരംശം പോലും ആരിലും കാണാൻ പാടില്ല എന്നൊരു കർശനമായ തീരുമാനം കൊണ്ടുവരിക. രണ്ടാമത്തത് ശക്തമായ ബോധവൽക്കരണം നടത്തുക. മൂന്നാമതായി സിലബസുകളിൽ ലഹരി വിഭാഗത്തെ കുറിച്ച് സ്കൂളുകളിലും കോളേജുകളും എല്ലാ സ്ഥാപനങ്ങളിലും ലഹരിയുടെ വിപത്തുകളെ കുറിച്ച് പറയുക. മൂന്നാമതായി ലഹരി അകത്ത് കിടക്കുന്ന വടികൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം തടയുക. നാലാമത്തെ കൂട്ടുകെട്ടുകളെ കുറിച്ച് മാതാപിതാക്കളും അധ്യാപകന്മാരും നാട്ടുകാരണവന്മാരും ശ്രദ്ധിക്കുക. ക്യാൻസർ 4ാം സ്റ്റേജിലെത്തി, 5ാം സ്റ്റേജിലെത്തി ട്രീറ്റ്മെന്റ് നടത്തുന്നതിന് അർത്ഥമില്ല. മറിച്ച് ക്യാൻസറിന്റെ വൈറസുകൾ വരുന്നതിന്റെ മുമ്പ് 1ാം സ്റ്റേജിലെത്തുമ്പോഴേക്ക് അല്ലെങ്കിൽ തുടക്കത്തിലേക്ക് അൾസർ ഗ്യാസ് തുടങ്ങുമ്പോൾ ചികിത്സിച്ചാൽ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാം. പലപ്പോഴും ഗ്യാസ് ആണ് അൾസർ ആകുന്നത്, അൾസറാണ് ക്യാൻസർ ആകുന്നത്. ഗ്യാസ് മാറ്റാൻ പറ്റാത്തൊരു രോഗമേ അല്ല എന്ന പോലെ കൂട്ടുകെട്ടുകൾ മാറുന്നുണ്ടോ എന്ന് ശ്രമിക്കുക. 5ാമതായി യാത്രകൾ ലഹരിയില്ലെന്ന് ഉറപ്പുവരുത്തുക.
ഏഴാമതായി പ്രതീക്ഷ കൈവിടാതിരിക്കുക. ആരെങ്കിലും അതിൽ വല്ലപ്പോഴും രുചിച്ചു പോയാൽ അവനെ ഒറ്റപ്പെടുത്തരുത്, വീട്ടിൽ നിന്ന് പുറത്താക്കരുത്, നാട്ടിൽ നിന്ന് പുറത്താക്കരുത്, അവനെ മോശം പേരുകൾ വിളിക്കരുത്. അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവന് എന്തെല്ലാം കൗൺസിലിംഗ് നടത്താവുന്നവരെ കൗൺസിലിംഗ് നടത്തി അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ ഇല്ലെങ്കിൽ പരമാവധി റീ അഡിക്ഷൻ സെന്ററുകൾ അവരെത്തിച്ച് അവരെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുക. ലഹരിക്കെതിരെ ഒരുമിച്ചുള്ള പോരാട്ടം നടത്തണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മർക്കസ് നോളജ് സിറ്റിയിൽ നടന്ന ഇഫ്താർ സംഗമത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ലഹരിക്കെതിരെ മതനേതൃത്വങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ് കാലത്തിന്റെ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മതനേതാക്കളും സാമൂഹ്യ രംഗത്തെ പ്രമുഖരുമെത്തിയ ഇഫ്താർ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ നോമ്പുതുറകളിൽ ഒന്നായി മാറി. സുലൈമാൻ മുസ്ലിയാർ, സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി, ഫാദർ ജോർജ് കളത്തൂർ, ഫാദർ പ്രസാദ് ഡാനിയേൽ, സ്വാമി ഗോപാൽജി കുറ്റൂർ, അബ്ദുറബ് ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. ഗവൺമെന്റ് ഒരു ഭാഗത്ത് കർശനാക്കണമെന്ന് പറയുന്നു, മറ്റൊരു ഭാഗത്ത് ഒന്നായിട്ട് പെർമിറ്റും കൊടുക്കുന്നു. എന്താ അതിനുള്ളത്? നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഷുഗറിന്റെ ഗുളികയും കുടിക്കുന്നുണ്ട്, ലഡും ജിലേബിയും കേറ്റിനുണ്ട്. നല്ലോണം മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അവർക്ക് പണം കിട്ടിയാൽ മതി, മനുഷ്യൻ ചത്തോട്ടെ മരിച്ചോട്ടെ വിഷയമല്ല, മൃഗങ്ങൾ ചാകാതിക്കണം. മൃഗം ചത്താ പ്രശ്ന, മനുഷ്യൻ ചാകണേന് കുഴപ്പമൊന്നുമില്ല. മൃഗങ്ങളെ പറ്റി പറയുമ്പോൾ കരുതണം, ബഹുമാനം കുറഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെയുള്ളു. ഒരു പുലി 4 ആളെ കൊന്നാലും പുല്ലിനെ കൊല്ലാൻ പാടില്ല, പുല്ലിനെ പിന്നെ ഉൾവനത്തിൽ വിടണം. ഈ കൊന്നിട്ട് 4 ആളോ മരിച്ചു പോയിക്കോട്ടെ, പ്രശ്നമില്ല. ഇങ്ങനെ ചില നിയമങ്ങൾ ഇപ്പൊ ഹൈക്കോടതി അതിലിപ്പോ ഒന്ന് പറഞ്ഞു സമാധാനമുണ്ട്. ഈ റാഗിങ്ങിന്റെ ശിക്ഷകളൊക്കെ കുറച്ചൊന്ന് കൂട്ടണോ, ഇസ്ലാമിനെ കണ്ടു പഠിക്കണം. ഇസ്ലാം ഇത്തരം കുറ്റങ്ങൾക്കൊക്കെ കർശനമായ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതങ്ങനെ നീട്ടിക്കൊണ്ടുപോകല്ല. ഒരു കൊലപാതകം കഴിയുമ്പോഴേക്ക് നീട്ടി കൊല്ലങ്ങൾ നീട്ടി, അപ്പോഴേക്ക് ഓനെ മറന്നുകിട്, ഓന് ജയിലിൽ സുഖമായ വാസം. ഓനെ കൊന്നത് ഒരു പാർട്ടിയാണെങ്കിൽ മറ്റേ പാർട്ടിക്കാർ രംഗത്ത് ഇറങ്ങി, എന്നിട്ട് 10 കൊല്ലം ജയിലിൽ കഴിഞ്ഞ് നോക്കുമ്പം ഓന് പുറത്തേക്ക് വിട്ട്. ആ പുറത്തേക്ക് വിടുമ്പോൾ വീരേതിഹാസത്തോടുകൂടെയുള്ള വീരോചിതമായ സ്വീകരണം. പിന്നെ ആൾക്കാർ കൊല്ലുള്ളൂ. ആലോചിക്കാണ് നിങ്ങൾ, ഇത്തരം നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്യുന്നവരെ നിഷ്ഠൂരമായി കൊല്ലാനുള്ള നിയമങ്ങൾ വേണ്ടേ? കിസാസ് എന്ന നിയമം വിശുദ്ധ ഇസ്ലാമിലുണ്ട്. ക്രൂരമായ ബലാത്സംഗങ്ങൾക്കെതിരെ വിശുദ്ധ ഇസ്ലാമിൽ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിന്റെ നിയമം കടത്താണെന്ന് പറയും. ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചിട്ട് ആരെങ്കിലും ജീവിച്ചാൽ പിന്നോ തെറ്റു ചെയ്യൂല. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ അബുൽ ആലിയയുടെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്. മഹാനവർകൾ അതാ രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഒരാൾ കാണാൻ വരുന്ന മനുഷ്യൻ അബുൽ ആലിയ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരാപ്പിൾ നൽകുകയാണ്. അബുൽ ആലിയ റളിയല്ലാഹു അൻഹു രോഗഗ്രസ്തനായി കഴിയുന്ന സമയത്ത് ആ സുഹൃത്ത് കൊണ്ടുവന്ന ആപ്പിൾ അബുൽ ആലിയ വാങ്ങുകയാണ്. രോഗികളെ കാണാൻ പോകുമ്പോൾ, ഒരാൾ മറ്റൊരാളെ സന്ദർശിക്കാൻ പോകുമ്പോൾ ചെറിയൊരു ഹദിയ കൊണ്ടുപോകൽ സുന്നത്തുണ്ട്. ആപ്പിളാണ് കൊണ്ടുപോയത്, തുഫാഹത്ത്. ആ ആപ്പിൾ ഏറ്റുവാങ്ങുന്നു. വാങ്ങിയിട്ട് തിന്നുകയല്ല ചെയ്യുന്നത്, മറിച്ച് അബുൽ ആലിയ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ സഹീഹുൽ ബുഖാരിയിൽ അബുൽ ആലിയ റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടുകൾ ഉണ്ട്. വലിയ മഹാനാണ്. അല്ലാഹു തആല അത്തരം മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ആപ്പിൾ വാങ്ങി മുറിച്ച് തിന്നുകയല്ല, ആ ആപ്പിൾ ചുംബിക്കുകയാണ്. അതിങ്ങനെ ചുംബിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ഒരു മനുഷ്യൻ നിങ്ങളെ സമീപത്ത് ഒരു ആപ്പിൾ കൊണ്ടുവന്നിട്ട് അത് തിന്നുന്നതിന് പകരം നിങ്ങൾ ചുംബിക്കാനുള്ള കാരണമെന്താണ്? ആ സ്വഹാബി പറയുന്നു, ആ താബിഈയായ അബുൽ ആലിയ പറയുന്നു, ഞാനത് ചുംബിക്കാനുള്ള കാരണം ഇത് എന്റെ അടുക്കൽ കൊണ്ടുവന്ന ആൾ സ്വഹാബിയാണ്. ആ സ്വഹാബി ആരാണ്? മുത്ത് റസൂലിന്റെ കൂടെ 10 കൊല്ലം കൂടെ ജീവിച്ച സ്വഹാബിയാണ്. റസൂലുള്ളാഹിന്റെ കൈ പലപ്പോഴും പിടിച്ച സ്വഹാബിയാണ്.
റസൂലുള്ളാഹിനെ തൊട്ട കൈയാണ്, ആ കൈ കൊണ്ട് തൊട്ട ആപ്പിളാണ്. അതുകൊണ്ട് ഈ ആപ്പിളിനെ ഞാൻ മഹബത്ത് വെക്കുന്നു. ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ. അത് നഷ്ടപ്പെടുത്തിയിട്ട് എല്ലാ മുഅ്മിനീങ്ങളായ മനുഷ്യരുടെയും മനസ്സിൽ സംശയം ജനിപ്പിച്ച് അവരുടെ ഹൃദയത്തിൽ വസ്വാസുണ്ടാക്കി എല്ലാവരോടും വെറുപ്പുണ്ടാക്കുന്ന സ്വഭാവങ്ങളിലേക്ക് ലോകം നീങ്ങുമ്പോൾ നമ്മുടെ മക്കൾ ആ വലയത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി അവര് നല്ലത് പഠിപ്പിക്കുന്ന മദ്രസകളിലും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിലും ആ മക്കൾ ചേരണം. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك